രാഹുൽ ഗാന്ധിക്കെതിരായ വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ പരിഹാസവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിക്കുന്നതെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മോശമായ പരാമർശം നടക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറേ കേസുകൾ വെച്ച്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ വെച്ച് അവർ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. തൃശ്ശൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കരുവന്നൂർ ബാങ്ക് വെച്ച് ED വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തതുപോലെ ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറും. മനസ്സിലായോ? നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ ഏത് കടലാസിൽ ഒപ്പിട്ട് കൊടുക്കും. PM ശ്രീയിൽ ഒപ്പിട്ട് വന്നിട്ട് CPIക്കാർ അതിൽ ഒപ്പിടരുത് എന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മറച്ചു വെച്ച് മന്ത്രിസഭാ യോഗത്തിൽ ഇരുന്ന കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സ്വന്തം മന്ത്രിമാരെ പോലും കബളിപ്പിച്ചു. ഒപ്പിട്ടിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഇവർ ഒപ്പിടരുതെന്ന് വാശി പിടിക്കുമ്പോൾ ഒപ്പിട്ട കാര്യം മിണ്ടാതെ സ്വന്തം മന്ത്രിമാരുടെ കയ്യിൽ നിന്നും ഈ വിവരം മറച്ചു വെച്ച കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അപ്പോൾ അവരെ സൂചിപ്പിക്കാനാണ് പറയുന്നത്. ഈ രാജ്യത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം, ഫാസിസത്തിനെതിരായി, ഏകാധിപത്യത്തിനെതിരായി, വർഗീയതയ്ക്കെതിരായി, നരേന്ദ്രമോദി സർക്കാരിനെതിരായി സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. അദ്ദേഹം പറഞ്ഞില്ലേ, 55 മണിക്കൂറാണ് അദ്ദേഹത്തെ ED ചോദ്യം ചെയ്തത്. എന്താ ധാരണ പുറത്താണോ? പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, 55 മണിക്കൂർ ED സുഖമില്ലാത്ത സോണിയാഗാന്ധിയെയും ശ്രീ രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്തത് ഡീലായിരുന്നോ? പറയുമ്പോൾ സൂക്ഷിച്ച് നിങ്ങൾ പറയണം. നിങ്ങളായിക്കോ, നിങ്ങൾ അവരുടെ നല്ല പുസ്തകത്തിൽ കയറി ഈ കേസിൽ നിന്നെല്ലാം തലയൂരാൻ നോക്കിക്കോ. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ നേരെ വേണ്ട. അത് രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അധിക്ഷേപകരമായ പരാമർശമാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ നേതാവിനെ കുറിച്ചോ പ്രവർത്തകയെക്കുറിച്ചോ ഒരു വനിതയെക്കുറിച്ചോ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അതറിഞ്ഞു മണിക്കൂറുകൾക്കകം അയാളെ പുറത്താക്കി മുസ്ലിം ലീഗ്. ഞാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തെറ്റാണ് അയാൾ ചെയ്തത്. ഞങ്ങൾ ആരും അതിനെ പിന്തുണച്ചില്ല. ഒരാൾ പോലും അത് ശരിയാണ്, ആ ഭാഷ ഒരു കുഴപ്പമാണ്, അല്ലെ അടർത്തി മാറ്റിയതാണ് എന്ന് ഞങ്ങൾ ആരും എന്ന് പറഞ്ഞില്ല. ഒരാളും. എല്ലാവരും അതിനെ ശക്തിയായി അപലപിക്കുകയും അയാളെ സസ്പെൻഷനല്ല, ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, UDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. പക്ഷേ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കി, അയാളില്ല. പക്ഷേ ഒറ്റ ചോദ്യം, രമ്യ ഹരിദാസിനെതിരായി അശ്ലീല പരാമർശം നടത്തിയ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാ. എന്ത് നടപടിയെടുത്തു CPM? KK രമയ്ക്കെതിരായി എത്ര അധിക്ഷേപകരമായ പരാമർശം CPMകാർ നടത്തി? ഒരു നടപടിയെടുത്തില്ല. വീണ S നായർക്കെതിരെ നടത്തി, ഒരു നടപടിയും എടുത്തില്ല. ഏറ്റവും അവസാനം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ കുറിച്ച് വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി. സെക്രട്ടേറിയറ്റിൽ ഒരു CPM നേതാവ്, നന്ദകുമാർ എന്നാണ് എൻ്റെ ഓർമ്മ, തെറ്റെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എൻ്റെ ഓർമ്മ, അയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് നടപടിയെടുക്കാൻ നിർവാഹമില്ല എന്ന മറുപടി എൻ്റെ ഓഫീസിലിരിക്കുന്നത് തിരുവനന്തപുരത്ത്. എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരായി അധിക്ഷേപകരമായ പരാമർശം നടത്തിയ സെക്രട്ടേറിയറ്റിലെ CPM നേതാക്കൾക്കെതിരെ നടപടിയെടുത്തില്ല. ഈ വിജയരാഘവനെതിരെ നടപടിയെടുത്തില്ല. ഇനി മാധ്യമപ്രവർത്തകർ, ആഷോ എന്ന് പറയുന്ന SFI നേതാവ് പരീക്ഷ എഴുതാതെ ജയിച്ചെന്ന് റിസൾട്ട് വന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത അഖില നന്ദകുമാറിനെതിരായി നടത്തിയ പരാമർശം എന്താണ്? ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറിനെതിരായി നടത്തിയ പരാമർശങ്ങൾ എന്താണ്? സ്മൃതി പരുത്തിക്കാടിനെതിരായി നടത്തിയ പരാമർശങ്ങൾ എന്താണ്? മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപകരമായ അശ്ലീലകരമായ പരാമർശങ്ങൾ നടത്തി ഇവർ വേട്ടയാടിയപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു? പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ മണിക്കൂറുകൾക്കകം ആണ് നടപടിയെടുത്തത്. അതൊക്കെ നിങ്ങൾ ഇത് കൊടുക്കുമ്പോൾ അതുകൂടി കൊടുത്താൽ മതി. ഞാനതിപ്പോൾ പറയുന്നില്ല. ഇപ്പം അവരൊരു ഇരയായി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ
ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെക്കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ കുറിച്ച് അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ തന്നെ തൊട്ടപ്പുറത്ത് ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായി? ഞാൻ ഈ പറഞ്ഞ കേസുകളെല്ലാം പോളിറ്റ് ബ്യൂറോ മെമ്പർ തൊട്ട് സാധാരണ പ്രവർത്തകർ വരെ സ്ത്രീകളെ അപമാനിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തനെതിരെ നടപടിയെടുക്കാത്ത CPM ആണ്. ഞങ്ങളെ കണ്ടുപഠിക്കണം CPM. ഒരു വിജയത്തെ ബാധിക്കില്ല. ഇതാണ് ജനങ്ങൾ പറയുന്ന. ഇതാണ് UDF കണ്ടോ? മണിക്കൂറുകൾക്ക് നടപടിയാണ്. ഇതാണ് ചോദ്യം. ഞാൻ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ലതിക സുഭാഷിനെതിരെ VS അച്യുതാനന്ദൻ്റെ പരാമർശം എത്ര എണ്ണമാണ്? ഒരു 1/2 ഡസനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 1/2 ഡസൻ. പിന്നെ നിങ്ങളുടെ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട്, നിങ്ങളുടെ സഹോദരിമാർക്കെതിരായി നടത്തിയ പരാമർശം ഇല്ലേ? ഞങ്ങളെന്താ പാലക്കാട് MLA-യുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ, സ്ത്രീകൾക്കെതിരായി പോസ്റ്റുകൾ വന്നപ്പോൾ ഞാനാണ് പരസ്യമായി പറഞ്ഞത്, ഒറ്റ UDF-കാരനും ഒറ്റ കോൺഗ്രസ്സുകാരനും അവർക്കെതിരായിട്ട്, ഈ സ്ത്രീ അതിജീവിതകൾക്കെതിരായിട്ട് എന്തെങ്കിലും ആവശ്യമില്ലാത്ത പരാമർശം സോഷ്യൽ മീഡിയയിൽ കൊടുത്ത ഒരു പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഞങ്ങളാണ്. ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ ഈ മുഖ്യമന്ത്രി പറയുന്ന ഇരട്ടത്താപ്പല്ല ഞങ്ങൾക്ക് ഈ നിലപാട്. ഞങ്ങളുടെ നിലപാട് ശക്തമാണ്. ഒരു വിട്ടുവീഴ്ചയില്ല എൻ്റെ അകത്ത്.